സന്ധ്യയായി കഴിഞ്ഞാൽ പിന്നെ ഈ ചെക്കൻ്റെ പ്രശ്നം നോക്കുന്നത് ഇപ്പം കണ്ടോണം. എന്തുവാ പിടിച്ചു വെച്ചേക്ക് നോക്കിയേ. കെട്ടിപ്പിടിക്കപ്പ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്ന് കൈ വേദനിച്ച് മാറ്റി അന്നേരം പറയും അപ്പയ്ക്കല്ലേലും മാമനെ കെട്ടിപ്പിടിച്ചാൽ മതിയല്ല, എന്നെ കെട്ടിപ്പിടിക്കത്തില്ലല്ലോ. ഞാൻ അപ്പയുടെ സ്വത്തല്ലേ, എന്നെ കെട്ടിപ്പിടിക്കപ്പ. കൈ ഒന്ന് മാറ്റട്ടെ. ഞാൻ ഉറങ്ങിക്കും, പൊന്നുറങ്ങിക്കും. ആണോ? അപ്പയ്ക്ക് ഉമ്മ വന്നോ ഇന്ന്? അയ്യോ, കെട്ടിപ്പിടിച്ച ഉമ്മ വന്നില്ല. ഉറങ്ങുന്നതിന് മുന്നത്തെ ഉമ്മ എവിടെ? മതി 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 മതി. അപ്പൻ്റെ അപ്പൻ്റെ പൊന്ന. അപ്പയുടെ സ്വത്താണോ ഇത്? ഇതിൽ കൂടുതലൊരു ഭാഗ്യം എന്തോ വേണം സത്യം പറഞ്ഞ. എൻ്റെ തങ്കക്കൂടം ഇല്ലേ ഇത്? അപ്പൻ്റെ പൊന്നാണ്. എല്ലാ അപ്പച്ചിമാരോടും ഇങ്ങനെയായിരിക്കുമോ കൊച്ചു മക്കളൊക്കെ? നിങ്ങളോടൊക്കെ ഇങ്ങനെയാണോ? നിങ്ങളുടെ ആങ്ങളയുടെ കുഞ്ഞോ സഹോദരങ്ങളുടെ കുഞ്ഞൊക്കെ ഇങ്ങനെയാണോ? ഭയങ്കര അപ്പപാസമാണ്. എന്താ തരത്തില്ല. രാത്രിയാകുമ്പോൾ തൊട്ട് അപ്പനെ കെട്ടിപ്പിടിക്കുന്നു, അപ്പയ്ക്ക് ചക്കര ഉമ്മ തരുന്നു. വിഷമം വരുമ്പോൾ പറയും അപ്പൻ്റെ കൂടെ കിടക്കാൻ ഇനി ഞാൻ വരത്തില്ല, അപ്പയ്ക്ക് ചക്കര ഉമ്മ തരുന്ന ആരാ? എന്നിട്ട് ഇങ്ങനെ ചെയ്തില്ലേ നാളെ? പൊന്നെ, നാളെ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഹോംവർക്കുണ്ട്, സ്കൂളിൽ പോകണം. വയനാട്ടിൽ നിന്ന് പോണോ? ഇവിടെ നിന്നാൽ മതിയോ? അവനും ചാച്ചനും കൂടെ ഭയങ്കര ഇതായിരുന്നു, ബലൂണ് കളി. ഇവൻ വീർപ്പിക്കുക, ചാച്ചൻ പൊട്ടിക്കുക, എന്നിട്ട് ഇവൻ കരയുക. എത്ര ബലൂണ് പൊട്ടിച്ചോ ചാച്ചൻ? 3 ബലൂൺ. ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കട്ടെ, കരയുവാണോന്ന്. അയ്യോ, ശരിക്കും കരയുവാണോ? മോനെ എടാന്ന് വിളിച്ചില്ലല്ലോ. എപ്പോഴാ ഞാൻ എടാന്ന് വിളിച്ചേ? എന്താ പറഞ്ഞപ്പാ? അപ്പൊ എന്തോ പറഞ്ഞേ? ആ, എടാന്നല്ല വിളിച്ചേ, ചക്കരക്കുട്ട വാടാന്നാ പറഞ്ഞേ. അപ്പൊ ഇനി എടാന്ന് വിളിക്കത്തില്ല. മിണ്ടുപോ പ്ലീസ്. എന്തോന്ന്? അപ്പ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കിടക്കട്ടെ. അപ്പയുടെ പൊന്നിഞ്ഞു ആടി. ഈ കണ്ണീന്ന് കണ്ണുനീര് അപ്പുറത്തെ കണ്ണി പോയോ? അയ്യോ, എൻ്റെ കുഞ്ഞിന് കണ്ണുനീരൊക്കെ വന്നു. അപ്പൊ ഇനി എടാന്ന് വിളിക്കത്തില്ല. അപ്പൊ രാത്രി എപ്പോഴും കെട്ടിപ്പിടിച്ച് കിടക്കും. അങ്ങനെ പറയല. അപ്പക്ക് വേറെ ആരാ ഉള്ളേ? കെട്ടിപ്പിടിക്കാൻ പറയത്തുമില്ല, അപ്പയുടെ മിണ്ടത്തുമില്ലേ? അപ്പക്ക് പിന്നെ ആരാ ഉള്ളേ? സുന്ദരനിങ്ങി വന്നേ നോക്കട്ടെ. എവിടുന്ന് രക്ഷിക്കുവാൻ? ആരുടെടുത്തുന്നാ രക്ഷിക്കുന്നേ? സുലമ വഴക്ക് പറയുമ്പോ എന്നെ രക്ഷിക്കൂല നീ? എന്തുവാടാ ഇങ്ങനൊക്കെ പറയുന്നത്? അപ്പടെ പൊന്നല്ലേ നീ? എന്നോട് മിണ്ടത്തില്ല, പിന്നെ എനിക്ക് ആരാ ഉള്ളേ? ഒരെടാന്ന് വിളിച്ചാണോ ഇത്ര പ്രശ്നം? അപ്പൊ ഇനി വിളിക്കൂല, അറിയാതെ വിളിച്ച. സോറി, തെറ്റാ, സമ്മതിച്ചു, സോറി പറഞ്ഞല്ലോ. അപ്പന്റെ പൊന്നല്ലേ? അയ്യോ, അങ്ങനെ പറയല്ലേ. അപ്പോഴും മിണ്ടണം. എടാ സോറി. അയ്യോ മോന് സോറി. ഇനി എടാന്ന് വിളിക്കത്തില്ല. എന്തോ പറഞ്ഞാ മിണ്ടും? എന്തോ ചെയ്താൽ അപ്പയോട് മിണ്ടുന്നേ?
രാവിലെ വിട്ടൂല. ഞാൻ ഒന്ന് കാണട്ടെ രാവിലെ മിണ്ടുമില്ലെന്ന്. കരയുവാണോ നോക്കട്ടെ, കള്ളക്കരച്ചിലാണോ നോക്കട്ടെ. അതിന് നീ എന്നെ ഇടാന്ന് വിളിച്ചിട്ടില്ലല്ലോ. എടാ ഉറങ്ങടാന്നല്ലേടാ അപ്പൊ പറഞ്ഞേ. അയ്യോ സത്യമായ കരച്ചില്ല, കണ്ണുനീരൊക്കെ വരുന്നുണ്ട്. എടാ ഞാൻ ഇനി എടാന്ന് വിളിക്കത്തില്ല. പിന്നെന്തോ വിളിക്കണം? അങ്ങനെ പറയല്ലേ. ഇവിടെ വേറെ കട്ടിലില്ല. എവിടെ? ആ കട്ടില കിടക്ക. അത് തുണിയാ നാളെ കൊണ്ടുപോകാനുള്ള. വാ അപ്പൊ സോറി പറഞ്ഞു. കണ്ണുനീരോ? എന്റെ കുഞ്ഞിന് കണ്ണുനീര് വന്നോ? സോറി പറഞ്ഞല്ലോ, ഇനി വിളിക്കത്തുമില്ല. ദേഷ്യം വന്നപ്പോഴല്ലോ വിളിച്ചേ, സ്നേഹത്തിലല്ലേ എടാന്ന് വിളിച്ചേ. വൃത്തികെട്ടതാണോ എടാന്ന് വിളിക്കുന്നേ? അന്ന മോനെ, അന്ന മോനെ. പിന്നെന്തോ വിളിക്കണ്ടേ? ഞാനപ്പോ എന്തോ നിന്നെ വിളിക്കണ്ടേ? എന്നാ കിടുമോനെ, അപ്പയുടെ കിടുക്കുട്ടനെ. ഞാനെങ്ങനെ മുമ്പേ വിളിക്കാൻ? പുറകോട്ട് പോണ്ടേ? ഹായ് സുന്ദരിയായി ഞാൻ. അപ്പയുടെ പൊന്നാണോ പൊട്ട് കിട്ടുന്നത്? കയ്യെ കിടക്കും. അപ്പേടാന്ന് വിളിച്ചില്ലല്ലോ, സോറി പറഞ്ഞില്ലേ പൊന്നല്ലേ. അപ്പൊ ഏറ്റവും ഇഷ്ടം ആരോടാ? മാമനോട്. അല്ല എന്റെ കിടൂനോട്. ആരാ പറഞ്ഞു മാമനോടാന്ന്? മാമനോട് ഞാൻ മിണ്ടൂല. അന്ന് മാമനോടല്ല, അപ്പയുടെ പൊന്നിനോടാ. അപ്പയ്ക്ക് എങ്ങനെയാണെന്നറിയാമോ? അപ്പയുടെ 2 കൈ പോലെയാ, 2 കണ്ണ് പോലെയാ. ഒരു കണ്ണ് കിടു, ഒരു കണ്ണ് മാമൻ. അല്ല ആണ്. അപ്പയുടെ ഒരു കണ്ണ് കിടു, ഒരു കണ്ണ് മാമൻ. അപ്പൊ രണ്ടുപേരും ഒരുപോലെയല്ലേ? അല്ല, ഒരാളെ പറഞ്ഞാൽ മതി, രണ്ടാളെ. എന്നാ എന്റെ കിടുവിനെ എനിക്കിഷ്ടം. ആദ്യം അപ്പയുടെ അടുത്ത് വന്ന കിടുവല്ലേ, പിന്നല്ലേ മാമനൊക്കെ വരുന്നേ അപ്പയുടെ ജീവിതത്തില്. മാമന് 10, 30 വയസ്സ്, 32 വയസ്സായപ്പോഴേ അപ്പയുടെ അടുത്ത് വരുന്നേ. കിടുവാണ് ജനിച്ചപ്പോ തൊട്ട് അപ്പയുടെ അടുത്ത അല്ലേ? അല്ലേ? അപ്പം എൻ്റെ കയ്യിൽ അപ്പ ആശുപത്രി വരുക കിടുവിനെ കാണാൻ ആദ്യമായിട്ടേ. അമ്മ ഇങ്ങനെ നമ്മുടെ റാന്നി ഗവൺമെൻറ് ആശുപത്രിയിലാണ് പ്രസവിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ അണ്ണാണിയോട് പറഞ്ഞു, അണ്ണാണി ഞാൻ കുഞ്ഞിനെ എടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മു ഇങ്ങനെ ഒരു വരാന്തയിൽ കൂടെ മണിയമ്മ പിടിച്ച് കൊണ്ടുവരിക, കയ്യിൽ കുഞ്ഞുമുണ്ട്. പക്ഷെ അമ്മൂനെ അവിടുന്ന് കണ്ടപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പൈസയ്ക്കൊക്കെ ഒത്തിരി കടവും പ്രശ്നങ്ങളും കാര്യമൊക്കെയാണ്. അതിൻ്റെ ഓട്ടപ്പാച്ചിലായിരുന്നു, ലോണിൻ്റെയൊക്കെ. അപ്പോൾ അമ്മു ഇങ്ങനെ വരാന്തേന്ന് അവിടുന്ന് വരുന്നു, കുഞ്ഞ് മണിയമ്മയുടെ ഇരിക്കുന്നു. അപ്പം ഇത് കണ്ടുകൊണ്ട് അപ്പയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാനും പറ്റിയില്ല. അപ്പം എന്തെന്ന് പറയുമ്പോൾ അപ്പോൾ വലിയ വയൽ കരഞ്ഞ് അവിടെ തറയിൽ കുത്തിയങ്ങിരുന്നു, മുട്ട് കുത്തിയങ്ങിരുന്നു. വല്ലാണ്ട് കരഞ്ഞ് ഞാനങ്ങിരുന്നു പോയി. കാരണം അപ്പയ്ക്ക് ഒരു ചോട് പോലും നടക്കാൻ പറ്റുന്നില്ല, പിന്നെ വിറയ്ക്കാനൊക്കെ തുടങ്ങി. അപ്പയുടെ പൊന്നിനെ അതുപോലെ കൊതിച്ച് അപ്പയുടെ കൈ കിട്ടുന്നത്. അപ്പോൾ ഒത്തിരി കരഞ്ഞു. അപ്പോഴത്തേക്ക് അമ്മുവും കരഞ്ഞു. നമ്മുടെ പ്രശ്നങ്ങളുടെ എല്ലാം ഇടയ്ക്ക് അമ്മു എന്ത് സഹിച്ചിട്ടാണ് ആ പൊന്നിനെ പ്രസവിച്ചാന്നറിയാവോ? ഇഷ്ടമുള്ളൊരു ഭക്ഷണം, ചാക്കിന്നൊന്നും കിട്ടിയൊന്നുമല്ല. എന്നിട്ട് അപ്പയ്ക്കാണെങ്കിൽ അമ്മൂന് ഇഷ്ടമുള്ള ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. മോൻ വയറ്റിലുണ്ടായിരുന്നപ്പോൾ ഒരു പൈസ പോലും കയ്യിലില്ലാണ്ടിരുന്ന് കരഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് അമ്മൂൻ്റെ ഒരു ബന്ധുവുണ്ടല്ലോ, അമ്മൂനോട് പറയുക അവരുടെ വീട്ടിൽ പോയി നിൽക്കുക, ഒന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണമെങ്കിലും നിനക്ക് കഴിക്കാൻ കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അമ്മൂനെ
കുത്തി കുത്തി വേദനിപ്പിച്ച്. എന്നിട്ട് അമ്മ പ്രസവിച്ചു. ഞങ്ങളുടെ കിടു വന്നു. പതുക്കെ പതുക്കെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറി. ഒന്നുമില്ല, എൻ്റെ പൊന്നിനെ 3 നേരം കഴിക്കാൻ തരാൻ പറ്റുന്നുണ്ടല്ലോ. എൻ്റെ പൊന്നിനെ പോലെ ഒരുപാട് പൊന്നിന് നമ്മൾ ഭക്ഷണം കൊടുത്തല്ലോ. എടാ, മാമന് ചിലപ്പോഴല്ലേ വാരി കൊടുക്കുന്നേ. 3 നേരവും ഞാൻ നിനക്ക് വാരിത്തരുന്നില്ല. എടാ, രാവിലെ ആരാ വാരിത്തരുന്നെന്നും? ഉച്ചക്ക് ഞാനല്ലേടാ വാരി തന്ന ചോറ്. ഇപ്പൊ രാത്രിയിലാണോടാ ചിക്കനും കൂട്ടി ചോറ് വാരി തന്നെ? അപ്പൊ ഇന്ന് വയ്യാഞ്ഞിട്ട് ഇച്ചിരി നേരം കിടന്നപ്പോ നീ തന്നെ പോയി കഴിച്ചു. ഇന്ന് മാത്രമല്ലേ, ഇന്നലെ രാവിലെ, മിനിഞ്ഞാന്ന് രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിയിൽ എപ്പോഴും മാമ ഒക്കെ വാരി തരുന്നേ ആരാ ചോറ്? ആരാ വാരി തരുന്നേ? ഉറക്കം വരുന്ന പൊന്നിനെ. സാരമില്ല, പോട്ടെ. എന്തിനാ ഇതൊക്കെ വിഷമിക്കുന്നേ? ഇനി എടാന്ന് വിളിക്കത്തില്ല. വിളിച്ചാലും ഇല്ല, വിളിക്കത്തില്ല. എടാ വിളിക്കത്തില്ല കുഞ്ഞേ. കുഞ്ഞേ അത് കഴിഞ്ഞു. കഴിഞ്ഞില്ലേ? ഓർത്തോർത്ത് കരയുന്ന ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പയുടെ കുഞ്ഞാരാ? അപ്പൊക്ക് ഒറ്റ കുഞ്ഞല്ലേ ഉള്ളു? അപ്പൊക്ക് ആകെ ഒരു കുഞ്ഞല്ലേ ഉള്ളു? കുറെ കുഞ്ഞുങ്ങളുണ്ടോ? ഇല്ലല്ലോ. അമ്മയുടെ ഇഷ്ടമില്ല, ഒന്നുമില്ല. എന്റെ കയ്യെ തണ്ണിട്ട് ഞാൻ കരയട്ടെ. എന്റെ കയ്യെ തണ്ണി. ഞാനും പോവാ. എന്നെ എന്തിനാ നീ എന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞില്ലേ? ഇനി എന്നോട് മിണ്ടണ്ട. വേണ്ട എന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞില്ലേ? ഞാനും കരയട്ടെ. ഇങ്ങനെ കരയാതെ. എടാന്നൊന്നും വിളിക്കത്തില്ല. ബാ, കണ്ണാടി നോക്കി കരയുവാണോ? അപ്പ ഇഷ്ടമല്ല, അപ്പയോട് മിണ്ടത്തും ഇല്ല. പക്ഷെ അപ്പയുടെ നെഞ്ചത്തെ കിടന്നുറങ്ങത്തുള്ളൂ. ഇതേ ഒരാള് കുറച്ച് തുണിയുണ്ട് കേട്ടോ, ബെഡ് വിരിച്ച കിടന്നാണേ. വേറെ സാധനം കാണിച്ചു തരട്ടെ. അപ്പോൾ പൊതിഞ്ഞു വെച്ചേക്കുന്ന. എടാ ദോശ വേണോന്ന്? ഇതിനകത്ത് ആളുണ്ട് കണ്ട. ചൂട് ആട്ടുംപാലിൻ്റെ ചായയാ. മുട്ടനാടിൻ്റെ അല്ലല്ലോ, മുട്ടനാടിൻ്റെ ചോര പോലെയാണ്. ആടിൻ്റെ ചായയാണ് കുഞ്ഞു കുടിക്കുന്നത്. ചൂടൊന്നുമില്ല. അതെ, ആട്ടുംപാലിൽ കൽക്കണ്ട ഇട്ട ചായ. വേറെ ആർക്കെങ്കിലും ഉണ്ടോ? കൊച്ചിന് മാത്രം. നമ്മ പോയി കറന്നുകൊണ്ട് വന്നതാ ആട്ടിൻ്റെ പാല് ചായയുടെ കുഞ്ഞിന്. ആട്ടുംപാൽ കുടിക്കുന്നവർക്ക് ഭയങ്കര മസിൽ പെട്ടെന്നാവും. കള്ളന്മാരൊക്കെ ഇടിച്ച് ഉറപ്പിക്കാൻ പറ്റും. കുടിച്ചേ. തണുപ്പെങ്ങനെയുണ്ട്? എന്നെ കോട്ടിടിക്കപ്പേന്ന്, അല്ലെങ്കിൽ കോട്ട് ഊരുന്നവനാ. എടാ നീ ഇരിക്കുന്നുണ്ട് എനിക്ക് ഉറക്കം വരുന്നടാ. നല്ല സുഖം. ചായ കളയരുത്. നിക്കറാ കുഞ്ഞ പൊത്തിൻ്റെ അകത്ത് എന്തോ ഇരിക്കുന്ന പോലെ ഇല്ലേ? അങ്ങനെ നീണ്ട ദിവസത്തെ പ്രയത്നത്തിനൊടുവിൽ പുൽക്കൂടി ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അതെ, അതായത് ഈ ഫ്രെയിം നേരത്തെ അടിച്ചു വെച്ച്, അല്ല ഈ ഫ്രെയിം അടിച്ചു വെച്ച് അമ്മ നോക്കിയപ്പോൾ നല്ല ചില്ലയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. തുണി സ്റ്റാൻഡ് പോലെ അമ്മ തുണി വിരിച്ചിട്ട് വെയിലത്ത്. കിടു വന്ന് സ്പൈഡർമാൻ്റെ ഉടുപ്പ് അങ്ങ് വലിച്ച് ചടപട പടയെന്ന് എല്ലാം കൂടെ വീണ്ടും പോയി. അപ്പോൾ പുല്ല്, ഈ പുല്ല് വെച്ചിട്ടാണ് ഇവർ മേയാൻ പോകുന്നത്. എന്തോ കിടു ചാച്ചൻ ഉറങ്ങുന്നു. കിടു ഡോക്ടറാണ്. കിടു മുമ്പ് വെച്ചപ്പോൾ കൊച്ചു പറഞ്ഞ് ആരോ പറഞ്ഞിട്ട് പല്ലുവേദനയാന്ന് പറഞ്ഞാൽ പറയാം വയറൊന്ന് സ്കാൻ ചെയ്യണമെന്ന്. സ്കാൻ ചെയ്തോ കിടു? എന്തോ അസുഖം എന്തുവാ? സ്കാൻ ചെയ്തിട്ട് എന്താ പറയുന്നത് മനസ്സിലായേ? വയറ്റിൽ കൊക്കപ്പുഴു ഉണ്ടോ? സ്കാൻ ചെയ്ത് നോക്കിയോ? കൊക്കപ്പുഴു ഉണ്ടോ?
ഇതൊന്നും അറിയത്തില്ല. ഇല്ലേ? അപ്പയ്ക്ക് ഇവിടെ കൈക്കൊരു വേദന. ഒന്ന് സ്കാൻ ചെയ്തേ. എനിക്കും കൈ മുമ്പേ മുറിഞ്ഞായിരുന്നു. മുന്നിട്ട് സ്കാൻ ചെയ്യുന്നില്ല. എന്തോട്ടല്ലേ നമ്മൾ സ്കാൻ ചെയ്തിട്ടുള്ള കളിയേ ഉള്ളൂ. എന്ത് ഇതെന്തുവാ? ഇത് വെച്ച് ഇൻവെക്ഷൻ ഇഞ്ചക്ഷൻ ഉണ്ട്. ഇതെന്തുവാ? മൈലാഞ്ചിയോ? അല്ല, ഇഞ്ചക്ഷൻ ഇട്ടിട്ട് മൈലാഞ്ചി ഇട്ട പോലെ ഉണ്ടല്ലോ. ഇതെന്തുവാ ഇത്? ഇന്നത്തിൽ കുത്തു വെച്ചത്. ആണോ? അയ്യോ വേദന. തിരുമ്മിത്താ. ഇഞ്ചക്ഷൻ എടുത്താൽ തിരുമ്മി തരണോ? ഇത് തല്ലുവാണോ? ഇതേ ഗുളികയുണ്ട്. കഴിച്ചോ? എത്ര നേരം കഴിക്കണം? ഒരു നേരം കഴിച്ചാൽ മതി. ആണോ? രണ്ട് ഗുളികയുണ്ടോ? ഡോക്ടർ വായിലിട്ടിട്ടാണോ ഗുളിക തരുന്നത്? അത് എടുക്കാൻ പാടാണല്ലോ. അപ്പോൾ ഇതാണോ? എത്ര നേരം കഴിക്കണം? 4 വയസ്സ് വരെ കഴിക്കണോ? എത്ര നേരം കഴിക്കും? വെള്ളമില്ല ഡോക്ടറെ. ഇത് എത്ര നേരം കഴിക്കണം? എത്ര ദിവസം കഴിക്കണം? മാറുമോ? ഇനി എന്നാ വരണ്ടേ? നാളെ. ഓക്കെ ഡോക്ടറെ, ബൈ. ട്രിപ്പ് ഇടുന്നുണ്ടോ? എന്നാ ശരി, പോട്ടെ ഡോക്ടറെ, ബൈ. അതാണോ? ടാറ്റ. ഉമ്മ. ഡോക്ടർ ഉമ്മയൊക്കെ തന്ന അവിടുന്ന്. ഫുഡ് സെറ്റപ്പ് എന്ന് കിടുവിനെ അറിയത്തില്ല, അവൻ കണ്ടിട്ടില്ല. കുഞ്ഞിലെ കണ്ടതാ. ഇങ്ങനെയൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ സ്റ്റാർ നിന്ന് മിന്നുന്നു. ഇപ്പോഴാണ് കാണാൻ സ്റ്റൈലല്ലേ. അപ്പം പകല രസം. ആ കുട്ടി ഇവിടെ ഉണ്ടടാ. ആ ശരി, അവന് മരുന്ന് കൊടുക്കാമെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അവനും കൊടു മരുന്ന്. ഇവന് മരുന്ന് കൊടുക്കുക. പല്ല് പറഞ്ഞു പോയോ? അവന് മരുന്ന് കൊടു. ഇവൻ തറയിൽ കിടന്ന് അങ്ങ് ഉരുളിച്ചേട്ടോ. പുൽക്കൂട് മേഞ്ഞ് ഇവിടെ വരെ എത്തി. മേയർ ഇവിടെ നിന്ന് മേയുന്നതേ ഉള്ളൂ. അതെ, മേയർ മേയുന്നതേ ഉള്ളൂ. പിന്നെ പോകുന്നതിന് മുന്നേ എൻ്റെ ഒരു ആഗ്രഹം ഈ ലൈറ്റ് കൂടെ ഒന്ന് കത്തി കാണണമെന്ന്. അതുകൊണ്ട് ഇല്ലാത്ത സമയത്തിരുന്ന് ചുറ്റും നോക്ക്. കിടു ലൈറ്റ് നോക്ക്. ആണ്ട് ഞങ്ങളുടെ കുഞ്ഞു കുളിച്ചിട്ട് വന്ന് കൊഞ്ചുന്നേ. തരാം ബാ. സുന്ദരനായൊന്ന് ആ മുഖം ഒന്ന് കാണിച്ചേ. ആയ് കുട്ടപ്പനായല്ലോ, കുട്ടപ്പൻ. ആ ആ കുട്ടപ്പനായ നോക്കട്ടെ. പുതിയ സെറ്റർ ഒന്ന് കാണിച്ചു കൊടുത്തേ എല്ലാവർക്കും. ഐ സൂപ്പർ, ഐ സൂപ്പർ സൂപ്പർ. അങ്ങനെ ഞങ്ങൾ പോവാൻ റെഡിയായി. ഇപ്പോൾ സമയം 6 മണിയായി. 7 മണിയാകുമ്പോൾ ഇറങ്ങും. 9:51 ഞങ്ങളുടെ ബസ്. പക്ഷേ കുഞ്ഞുറങ്ങി. ഇനി ഇവനെ എടുത്തുകൊണ്ട് പോകേണ്ടി വരുമോ? കുഞ്ഞവൻ്റെ കൂട്ടുകാരൻ വരും. അപ്പോൾ കൂട്ടുകാരൻ്റെ കൂടെ കാറിലാണ് ഞങ്ങൾ ബത്തേരി വരെ പോകുന്നത്. ഇത്തവണ വണ്ടി കൊണ്ടുവരാത്തതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത്രയും നേരം ബലൂണും കളിച്ച് പിന്നെ ഇപ്പോൾ കുളിപ്പിച്ച് ഒരുക്കി കിടത്തിയേക്കുക. അപ്പോൾ ഉറങ്ങണമെന്ന് പറഞ്ഞു. ഉറങ്ങാൻ വിട്ടപ്പോൾ പറഞ്ഞു അപ്പം കൂടെ കിടക്കണമെന്ന്. അങ്ങനെ ഉറങ്ങി. സത്യം പറഞ്ഞാൽ എന്നോട് ഒരു കുഞ്ഞുങ്ങളും ഇങ്ങനെ ഇത്ര അറ്റാച്ച്ഡ് ആയിട്ടില്ല കേട്ടോ. ഒരാളും കുഞ്ഞെന്നല്ല, ഒരാളും ഇത്ര അറ്റാച്ച്ഡ് ആയിട്ടില്ല. എണീറ്റ് പോകാതിരിക്കാൻ പിടിച്ചു വെച്ചേക്കും അവൻ. അമ്മൂനെ കണ്ടു കഴിയുമ്പോൾ പിന്നെ അമ്മൂൻ്റെ കൂടി ഇങ്ങനെ കേട്ടോ. ഇത് തന്നെ പരിപാടിയാണ്. അങ്ങനെ അമ്മു മാറി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവൻ ആ ഒരു ഗ്യാപ്പ് ഒന്നും ഫീൽ ചെയ്യാറില്ല. അമ്മു വരുമ്പോഴും ഇവൻ അങ്ങോട്ട് പോകുമ്പോഴും എങ്ങനെയാണെന്നോ ഇതേപോലെ തന്നെ അവൻ ഭയങ്കര അറ്റാച്ച്ഡ് അമ്മുവായിട്ട്. ബാക്കി വിശേഷം പോകുന്ന വഴിക്ക്. അപ്പോൾ ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് വേണം അത്താഴമൊക്കെ കഴിക്കാൻ. അപ്പോൾ കാണാം. അങ്ങനെ ലൈറ്റ് കത്തി. പക്ഷേ ക്രിസ്മസിൻ്റെ സ്റ്റാറായി. പുൽക്കൂടായിട്ടില്ല. പാവം കിടു പുൽക്കൂട് കണ്ടിട്ട് പോകാൻ നിൽക്കുക. ഇതേ കിടുവിനെ യാത്രയാക്കാനിരിക്കുന്നു രണ്ടുപേര്. ഇതുവേ അമ്മ എവിടെ? അങ്ങനെ ബാഗൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. ഇറങ്ങാം. കുഞ്ഞാവിൻ്റെ ബാഗ്, എൻ്റെ ബാഗ്. പോവാം. നിർമ്മലാമ്മയ്ക്ക് റൂം കൊടുത്തേരെ. ഉത്സവത്തിന് വരാമെന്ന് പറ.
ഉത്സവത്തിന് വരാന്ന് പറ. ടാറ്റ കൊടുത്തേ. ഉറക്കത്തില്ല പകുതി. ഞങ്ങൾ പോയിട്ട് വരാം. നിർമ്മലാമ്മ നോക്കിക്കോ കേട്ടോ. ടാറ്റ വിട്. ടാറ്റ വിട്. ടാറ്റ വിട്. എന്നാ നമ്മളിനി വരുന്ന ഇടൂ? ആ ഞങ്ങൾ ഉത്സവത്തിന് വരാം. എടുക്കാൻ എങ്ങനെയാ? മേളി വരുമ്പോൾ ബൈക്കിനല്ലേ പോകുന്നത്? എടുക്കുന്നേ എങ്ങനെയാ? വാ നടന്നു. അതൊന്നും മറക്കൂല അവൻ. എടാ ഇത്രയും വലിയ ചെക്കനെ എങ്ങനെ എടുക്കുന്നേ? മേളി ചെന്നിട്ട് എടുക്കാം. ബിബിയുടെ അമ്മ അവൻ്റെ ഉറക്കക്ഷീണം മാറിയല്ലോ. അവൻ എന്നെ കൂടെ എടുപ്പിച്ചവൻ മേളി വരെ. തോളിലൊരു ബാഗ്, കയ്യിലവൻ. ഇടൂ അച്ചപ്പോ. അമ്മ ഉണ്ടാക്കി അച്ചപ്പോ. എടാ കൊഞ്ചാതറ. വണ്ടിയെ ഇപ്പൊ വയ്ക്കാൻ വന്നതല്ലേ. അമ്മ ഉണ്ടാക്കുന്ന ഇതെല്ലാം വീട്ടില്. അങ്ങനെ നമ്മുടെ കാർ ദാ ഇപ്പം എത്തും. മോനെ അടിച്ച് പൊട്ടിക്കല്ല. നമ്മുടെ കാർ ദാ ഇപ്പം എത്തും. ഞങ്ങൾ സ്കൂട്ടിയും കൊണ്ടുവച്ചിട്ട് കാറിനായിട്ട് ദാ ഇവിടെ കാത്തിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ടാറ്റ. നമ്മൾ പോകുന്ന KSRTCയുടെ ബസ്സിൽ ഇങ്ങോട്ട് വന്നപ്പോൾ കാണിച്ചില്ലേ, ആ സെയിം ബസ്സിൽ തന്നെയാണ് പോകുന്നത്. അപ്പർ ബർത്ത്. ഞങ്ങൾ 3 പേരുടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. അപ്പോൾ ടാറ്റ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറയൂ. ടാറ്റ. ടാറ്റ പറയാൻ പറഞ്ഞോ നിങ്ങളോട്? അതിന് വേണ്ടി ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. അപ്പോൾ കെട്ടിപ്പിടിച്ച് ചുമ്മാ തന്നെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മാവനെ കാണാനില്ലല്ലോടാ. ആണോ? അപ്പോൾ ടാറ്റ പറഞ്ഞേ. അപ്പം ടാറ്റ. ഇങ്ങോട്ട് നോക്കിയാ പറയണ്ടേ. അപ്പം ടാറ്റ. തൊണ്ടയൊക്കെ അടച്ചു. രാവിലെ സ്കൂളിൽ പോകും. 7 മണിയാകുമ്പോൾ ഞങ്ങൾ പത്തനംതിട്ട ചെല്ലും. അവിടെ നിന്ന് 1.5 മണിക്കൂറിൽ ഞങ്ങൾ വീട്ടിലെത്തും. കുളിയും ദേവാലയം ഒക്കെ കഴിഞ്ഞിട്ട് രാവിലെ സ്കൂളിൽ പറഞ്ഞു വിടും. 18-ാം തീയതി പരീക്ഷ തുടങ്ങുക. പരീക്ഷയ്ക്ക് അങ്ങനെ മാർക്ക് കുറഞ്ഞ് എല്ലാവരും പറയും അപ്പയോടെ കറങ്ങി നടന്നിട്ടാണ്. നല്ല മാർക്ക് മേടിക്കുമോ? ആ അപ്പോൾ ഗുഡ് നൈറ്റ്. ആ പോവാം. നാണം വന്നോ? നോക്കട്ടെ. ലൈറ്റ് ഉണ്ട് ഇതിനകത്ത്. ഇവിടെ മാമൻ്റെ കുഞ്ഞെവിടെ? അപ്പൻ്റെ കുഞ്ഞെവിടെ? മാറ്റണം.